ഇസ്രയേലും ഇറാനും തമ്മിൽ ശക്തമായ യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാൻ 4ാം തവണയും 5ാം തവണയും ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇസ്രയേൽ ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട പെട്രോ കെമിക്കൽ ഏരിയകളിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇറാന്റെ എനർജി ഫെസിലിറ്റികൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിന് പകരമായി ഹൈഫയിലുള്ള ഈ ഇസ്രയേലിന്റെ പെട്രോ കെമിക്കൽ യൂണിറ്റിന് നേരെയും ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇറാൻ ഇപ്പോൾ പറഞ്ഞത് ഇത്തരത്തിലുള്ള അടിസ്ഥാന ഊർജ സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ വിഷയിലുള്ള ഇത്തരത്തിലുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറുകളെയും ഞങ്ങൾ തകർക്കും, അത് ലോകത്ത് വലിയ ദുരന്തമായിരിക്കും ഉണ്ടാക്കി വെക്കുക, അതിന്റെ ഉത്തരവാദികൾ അമേരിക്കയും ഇസ്രയേലുമായിരിക്കും. ഇസ്രയേൽ ഈ ആക്രമണം നടത്തുന്നത് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് സെൻകോമാണ്, അമേരിക്ക തന്നെയാണ് എന്നാണ് ഇറാൻ പറയുന്നത്. ഇറാൻ ഇപ്പോൾ ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട ഹൈമസ് 900 എന്നറിയപ്പെടുന്ന ഒരു ഡ്രോൺ തകർത്തിരിക്കുകയാണ്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് ഉണ്ടായിരിക്കുന്നത് യമനിലുള്ള അൻസാറുള്ള ഹൂത്തികൾ ഇപ്പോൾ റെഡ് സീയിൽ ഇസ്രയേലിന്റെ എല്ലാ കപ്പലുകൾക്കും ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. റെഡ് സീയിലൂടെ ഇനി ഒരിക്കലും ഇസ്രയേലിന്റെ കപ്പലുകൾക്ക് സർവീസ് നടത്താൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വലിയ രൂപത്തിലുള്ള പ്രതിസന്ധിയായിരിക്കും ഇത് ഇസ്രയേലിൽ ഉണ്ടാക്കുക. കടലിൽ, ചെങ്കടലിൽ ഹൂത്തികൾ ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ എന്താണോ ചെയ്യുന്നത്, സമാനമായ നീക്കം ചെങ്കടലിൽ ഹൂത്തികളും ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്. ഇത് ലോകത്ത് വലിയ ദുരന്തമായിരിക്കും ഉണ്ടാക്കുക. ഇപ്പോൾ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് കടന്ന സാഹചര്യത്തിൽ ഈ യുദ്ധം ഒന്നുകൂടെ ശക്തമായിരിക്കും, വലിയ ഗുരുതരമായ സാഹചര്യങ്ങളായിരിക്കും ഇത് ഉണ്ടാക്കുക എന്ന് നമുക്കറിയാം. ഗൾഫ് മേഖലയിൽ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്ന രീതിയിലുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇറാനിലുള്ള എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ ഇസ്രയേലിൽ കൂടുതലായി അത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രവിശ്യയിലുള്ള മറ്റു അറബ് രാഷ്ട്രങ്ങളിലുള്ള അമേരിക്ക, അതുപോലെ തന്നെ ഇസ്രയേൽ തുടങ്ങിയ കമ്പനികളുടെ പ്രധാനപ്പെട്ട എണ്ണ സംവിധാനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തും. ഇത് ലോകത്ത് വലിയ രൂപത്തിലുള്ള ഊർജ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നതാണ് ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതോടൊപ്പം ഇന്ന് ഇന്ത്യ ഇറാനിലുള്ള എല്ലാ ഇന്ത്യൻ വംശജരോടും അവിടുന്ന് എത്രയും പെട്ടെന്ന് നാടുവിടാനുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്.